നമസ്കാരം. പാലക്കാട്ടെ പാതിരാ നാടകത്തിൽ പെട്ടുനിൽക്കുകയാണ് CPM. പാർട്ടിയിൽ ഭിന്നത രൂക്ഷമായതോടെ വെട്ടിമടക്കാനുള്ള തത്രപ്പാടിലുമാണ് CPM. രാഷ്ട്രീയ നേട്ടത്തിനായി സാമാന്യ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? കേരള പോലീസിനെ കാവൽ പോലീസാക്കിയത് എന്തിനായിരുന്നു ഈ പാതിരാ രാഷ്ട്രീയ നാടകം? പവർ പോയിന്റ് പരിശോധിക്കുന്നു. സ്വാഗതം. വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് ശ്രീ രജിത് രവീന്ദ്രൻ, BJP നേതാവ് ശ്രീ നിഷാന്ത് സുഗുണൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ B റജി എന്നിവർ പവർ പോയിന്റിനൊപ്പം ചേരുകയാണ്. 3 പേർക്കും സ്വാഗതം. ശ്രീ രജിത്ത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഷ്ട്രീയ കേരളം വളരെ സമഗ്രമായി ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം നമ്മൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ പ്ലാറ്റ്ഫോമിൽ. പ്രത്യേകിച്ചും ഒരു രാത്രി പാലക്കാട്ടെ ഉണ്ടായ ആ നാടകം എന്ന് തന്നെയാണ് ആ സംഭവത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്. പാതിരാ നാടകം എന്നാണ് പറയുന്നത്. ആ നാടകം വളരെ ഗംഭീരമായി അരങ്ങേറുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ നമ്മൾ ഇപ്പോൾ ഈ പവർ പോയിൻ്റ് ചർച്ച ചെയ്യുന്ന നിമിഷത്തിലും ആ വിഷയം വളരെ സജീവമായി നിൽക്കുകയും ചെയ്യുന്നു. എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്കറിയാം. ആദ്യം ദൃശ്യം 1 വരുന്നു, പിന്നെ ദൃശ്യം 2 വരുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ എത്ര ദൃശ്യങ്ങൾ പുറത്തു വരുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ 1ഉം 2ഉം ദൃശ്യങ്ങൾ അത് ഫ്ലോപ്പായി. അപ്പോൾ എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു സാമാന്യ രാഷ്ട്രീയ മര്യാദയൊക്കെ ഉണ്ടല്ലോ ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ നിൽക്കുമ്പോൾ, ആ രാഷ്ട്രീയ മര്യാദകളുടെ എല്ലാം ലംഘിക്കപ്പെടുന്ന തരത്തിൽ ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നതിന് പിന്നിൽ എന്താണെന്നാണ് കോൺഗ്രസ് കരുതുന്നത്? നമ്മൾ പാലക്കാട് ചർച്ച ചെയ്യുന്നതിന് മുൻപ് നമ്മൾ തൃക്കാക്കരയിലേക്ക് നമ്മൾ ഒന്ന് പോകണം. കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയെ അശ്ലീല ചുവയോടുകൂടിയുള്ള പോസ്റ്റർ ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്നത്തെ ഇലക്ഷനെ CPM നേരിട്ടത്. അതുപോലെ വടകര മറക്കരുത്. വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ടുമായിട്ടാണ് രണ്ടാമത് CPM പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോൾ അവർ ഓരോ ദിവസവും അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് വസ്തുവിലാണ് ക്യാമ്പയിനുകൾ നടത്തേണ്ടതെന്ന്. ഇന്ന് ഒരു ട്രോളി ബാഗ് കിട്ടി, ആ ട്രോളി ബാഗ് വെച്ച് അവർ ക്യാമ്പയിൻ ചെയ്യുകയാണ്. ഇതിനിടയിൽ വേറൊരു സംഭവം പുതുപ്പള്ളിയിലുണ്ടായിരുന്നു. അതെ, പുതുപ്പള്ളിയിലുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി, ഓർമ്മിപ്പിച്ചതിൽ നന്ദി. അപ്പോൾ ഈ എല്ലാ കാലഘട്ടത്തിലും CPMനെ സംബന്ധിച്ചിടത്തോളം CPMന് ചില അജണ്ടകളുണ്ട്. ആ അജണ്ടകൾക്ക് കൃത്യത ഉണ്ടായിരുന്നു എങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് വിമർശനത്തിന് മുകളിൽ ട്രോളുകൾക്ക് വേണ്ടി മാത്രമായി ഇത്തരം ക്യാമ്പയിനുകൾ വിനിയോഗിക്കുന്നത് പോലെയാണ് CPM പോകുന്നത്. ഈ തലമുറ മാറ്റമൊന്നും ലീഡർഷിപ്പ് അറിയുന്നില്ല ഇപ്പോഴും. ഈ കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരും അതുപോലെ ഈ നാട്ടുകാരൊക്കെ ഈ CPMനെ കാണുന്നത് ഒരു കോമഡി കഥാപാത്രത്തിന് പോലെയാണ്. അവർ ഏത് തരത്തിലാണ് അവരുടെ രാഷ്ട്രീയം പറയുന്നതിന് എന്നാണ് നാട്ടുകാർ നോക്കുന്നത്. അവർ രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല. കഴിഞ്ഞ 8.5 കൊല്ലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക് പാലക്കാട് പോലുള്ള ഒരു സ്ഥലത്ത് ഒരു വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിനെ കാണിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ഇവരുടെ പാളിപ്പോയ പ്രോജക്റ്റുകളെക്കുറിച്ചും കൂടി നമ്മൾ പറയേണ്ടത്. ഈ ക്യാമ്പയിൻ, ഈ ട്രോളി ക്യാമ്പയിൻ നടത്തുന്ന അതേ സമയത്ത് അവർ ഇറക്കിയ പൊളിഞ്ഞ വേറൊരു ക്യാമ്പയിൻ കൂടെ ഉണ്ട്. രാഹുൽ മാങ്കൂട്ടം കോഴിക്കോട് നിൽക്കുന്നെങ്കിൽ ഈ റോഡിൻ്റെ വികസനം എത്ര ഭംഗിയായിട്ടാണ് റിയാസ് മന്ത്രി നടത്തിയെന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയിൽ വേറൊരു ക്യാമ്പയിൻ കൂടെ ഇടാൻ നോക്കി, പൊളിഞ്ഞുപോയി. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്നുമില്ല. CPM കാലാകാലങ്ങളായിട്ട് രാഷ്ട്രീയം പറയാൻ അവർക്ക് ഈ വസ്തുതകൾ പറഞ്ഞ് രാഷ്ട്രീയം പറയാനായിട്ട് ഒന്നുമില്ല. നമുക്ക് പ്രധാനമായിട്ട് നോക്കാം, ഈ കൊടകര കുഴപ്പണം, അതുപോലെ മഞ്ചേശ്വരം കേസ്, അതുപോലെ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വന്ന ഓഡിയോ സന്ദേശം, BJPക്ക് എതിരായി വരുന്ന യാതൊരു ക്യാമ്പയിനുകളും അതിനെ ഏതൊക്കെ രീതിയിൽ താഴ്ത്തി നിർത്താമെന്ന് നോക്കിക്കൊണ്ട് അതേസമയം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ചെറിയൊരു വിഷയത്തിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ക്യാമ്പയിനുകൾ ചെയ്യാൻ എല്ലാ കാലവും ഇവർ പ്ലാൻ ചെയ്തുകൊണ്ട് നടത്താറുണ്ട്. ഈ KPM പോലുള്ള ഹോട്ടലിൽ ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് നടക്കുന്നത് എന്തിന് മീറ്റിംഗ് നടത്തിയെന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ CPMകാരുടെ അനുമതി വേണോ അവിടെ ഒരു മീറ്റിംഗ് നടത്താൻ? അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന പ്രമുഖരായ നേതാക്കൾക്ക് ഒത്തുകൂടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹാളിൽ അവർ ഒരുമിച്ച് കൂടി മീറ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അനുമതി മേടിക്കേണ്ടത് AKG സെൻറ്ററിൽ നിന്നാണ്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും പാർട്ടിക്ക് അവിടെ ഇല്ല. ഷാഫി പറമ്പിൽ കഴിഞ്ഞ കാലങ്ങളിൽ ആ മണ്ഡലത്തിനെ വളരെ നന്നായി തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാദേശികമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പോലും ഏറ്റവും ചെറിയ പൊസിഷനുകൾ നോക്കുന്ന ആളുകളെപ്പോലും വളരെ കാര്യമായി തന്നെയാണ് അവിടെ പാർട്ടി പരിഗണിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ CPMന് കടന്നു കയറാൻ കഴിയുന്നില്ല. പുതിയ പ്രശ്നങ്ങൾ അവർക്ക് കിട്ടുന്നില്ല എന്ന് നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ പാർട്ടിക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഭിന്നതയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലും പല അഭിപ്രായങ്ങളും കഴിഞ്ഞ കുറേ നാളുകളെ വരുന്നുണ്ട്.
ഈ വിഷയത്തിൽ NN കൃഷ്ണദാസ് പറയുന്നത് പെട്ടി മടക്കി വയ്ക്കൂ എന്നുള്ളതാണ്. ME ഗോവിന്ദൻ പറയുന്നു പെട്ടി മടക്കണ്ട, പെട്ടി ഒന്ന് പതുക്കെ മടക്കി വെച്ചിട്ട് ആ വിഷയവും അതിനൊപ്പം മറ്റു കൂടുതൽ വിഷയങ്ങളും കൂടി ചർച്ച ചെയ്യൂ. അതേസമയം മറ്റ് യുവജന നേതാക്കൾ ഇപ്പോഴും അതിൻ്റെ പിന്നിൽ തന്നെ നിൽക്കണമെന്ന് വിചാരിച്ച് മുന്നോട്ട് വെക്കണം. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ പാർട്ടിയിൽ ആകെ ഭിന്നതയാണ് അവിടെ പാലക്കാട്. തീർച്ചയായിട്ടും അതിനകത്ത് NN കൃഷ്ണദാസ് പറഞ്ഞ കാര്യത്തിൽ ഒന്നുകൂടെ ഞാൻ ചൂടെ ചേർക്കുകയാണ്. അദ്ദേഹം പറയുന്നത് നീലപ്പെട്ടിയും മഞ്ഞപ്പെട്ടിയും ഒക്കെ മാറ്റി വെച്ചതിന് ശേഷം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഈ പ്രചരണം തുടങ്ങിയ കാലങ്ങൾ എല്ലാം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം, നിങ്ങൾ വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യൂ എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ ഒരു ചർച്ച ഇല്ലല്ലോ. അതിനെ വികസനം ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? ശ്രീ നിഷാന്ത്, ഇവിടെ ഇപ്പോൾ ഈ ട്രോളുകളുണ്ടോ? ട്രോൾ വളരെ ഗംഭീരമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ഓരോ ട്രോളുകൾ ഇങ്ങനെ വരിക. ഇപ്പോൾ അതിൽ കണ്ട ഒരു ട്രോൾ എന്ന് പറഞ്ഞാൽ ചെന്താമര തിയേറ്റേഴ്സ് അവതരിപ്പിച്ച പൊറോട്ട നാടകം, അതായത് പാതിര നാടകം പൊളിഞ്ഞു. എന്തിനായിരുന്നു ഇങ്ങനെ ഈ BJPയും ഇക്കാര്യത്തിൽ വളരെ സജീവമായി CPMനൊപ്പം കൈകോർത്ത് ആ രാത്രി വല്ലാത്ത രീതിയിൽ ആ രംഗം ഒന്ന് കൊഴുപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടല്ലോ. അതിപ്പോൾ തെറ്റിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ആവശ്യം ഇല്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ ആ വിഷയത്തെ നമുക്ക് വളരെ നിസ്സാരമായി കാണാൻ വേണ്ടി സാധിക്കില്ല. അവിടെ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇത് ഇപ്പോൾ നാടകമാണെന്ന് താങ്കൾ തന്നെ ആദ്യമേ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ താങ്കൾക്ക് കൃത്യമായി അറിയാം ഇത് നാടകമാണ്, അല്ലെങ്കിൽ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന് കൃത്യമായി അറിയാം നാടകമാണെന്ന്. അപ്പോൾ ഈ നാടകം ആരാണ് സംവിധാനം ചെയ്തത്, ആരാണ് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കിയത് എന്നുള്ളതാണ് പൊതുസമൂഹത്തിന് അറിയേണ്ട വിഷയം. അവിടെ BJP ഉയർത്തുന്ന വിഷയം ഒന്ന് ഈ നാടകം അരങ്ങേറാൻ വേണ്ടിയിട്ട് LDFും UDFും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന ഡീൽ എന്താണ് എന്നുള്ളതാണ്. ആ ഡീലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി പാലക്കാടും കേരളത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിലും വളരെ ഗൗരവമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഡീലിനെ കുറിച്ചാണ് CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സരിൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം ആ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതിനു മുമ്പും ഈ ഡീൽ നടന്നിട്ടുണ്ട്, അവിടെ ശ്രീധരനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ട് വോട്ട് മറിച്ചു കൊടുത്തു എന്നുള്ള ഡീൽ ഈ സരൺ തന്നെ ഉയർത്തിവിട്ട ഒരു വലിയ വിഷയമാണ്. ആ ഡീൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അവിടെ വീണ്ടും വീണ്ടും ആ ഡീലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. കാരണം ഓരോ ദിവസവും പ്രചരണത്തിന് വേണ്ടിയിട്ട് UDFിൻ്റെയും അതുപോലെ തന്നെ LDFിൻ്റെയും സ്ഥാനാർത്ഥികൾ പൊതുസമൂഹവുമായി സമ്പർക്കം നടത്തുന്ന സമയത്ത് അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഇവിടെ ജയിക്കാൻ പ്രയാസമാണ്, BJP അതിദൂരം മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമായ ധാരണ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അവിടുത്തെ പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. അവിടുത്തെ പ്രാദേശിക വിഷയം ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെതിരായിട്ട് വരുമെന്ന് കൃത്യമായി അറിയാം. സംസ്ഥാന രാഷ്ട്രീയത്തിലെ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് LDFിനെതിരായിട്ട് വരുമെന്നും ഇവർക്ക് രണ്ടുപേർക്കും കൃത്യമായി അറിയാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ആസൂത്രണം ചെയ്ത ഒരു നാടകമാണ് താങ്കൾ പറഞ്ഞതുപോലെ. ആ നാടകമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ അരങ്ങേറിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ നാടകം ഇപ്പോൾ എങ്ങനെ പര്യവസാനിപ്പിക്കണം എന്നുള്ള വലിയൊരു ആശങ്കയിലാണ്. ഇപ്പോൾ നമുക്കറിയാം UDFിൻ്റെ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായിട്ടുള്ള VD സതീശൻ അവർ പറഞ്ഞു, നിങ്ങൾ കാതിൽ നുള്ളിക്കോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ നമ്മുടെ ഈ കൊച്ചു നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ വീട്ടമ്മമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ടും വാക്ക് പറഞ്ഞ് പിണങ്ങുന്ന സമയത്ത് അവർ പറയാറുണ്ട്, നീ കാതിൽ നുള്ളിക്കോ നമുക്ക് എന്ന് പറയും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അന്തർധാര ഇവർ തമ്മിലുണ്ട്. അതായത് വളരെ സൗഹൃദത്തിലിരിക്കുന്ന ആൾക്കാർ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് പിണങ്ങുമ്പോൾ നടത്തുന്ന സംഭാഷണം പോലുള്ള ഒരു കമൻറ്റുകൾ, ആ തരത്തിലുള്ള കമൻറ്റുകളൊക്കെയാണ് പുറത്തു വരുന്നത്. അപ്പം MP രാജേഷും VD സതീശനുമായിട്ടുള്ള പുറത്തു വരുന്നത്. അപ്പോൾ ഇതൊക്കെ പൊതുസമൂഹം വളരെ ഗൗരവത്തോടു കൂടിയും വളരെ കൗതുകത്തോടു കൂടിയും നോക്കിക്കാണുകയാണ്. അപ്പോൾ അത് ആണ് ഇതിനകത്ത് പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളെന്ന് പറയുന്നത്. അപ്പം പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലായി ഇത് LDFും UDFും തമ്മിലുള്ള ഒരു പൊറോട്ട നാടകം ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ റജി, ഇവിടെ ഇപ്പോൾ ഈ സംസ്ഥാനത്തെ ഈ തെരഞ്ഞെടുപ്പ് 3 ഉപതെരഞ്ഞെടുപ്പിലും വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ആ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നതും ഈ ഒരു വിഷയം വളരെ സജീവമായി വന്നതും. ഇതൊക്കെ ഒരു പക്ഷേ ഈ ഇന്നത്തെ നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സർക്കാരിനെതിരായും BJP അഭിമുഖീകരിക്കുന്ന മറ്റു പല പ്രശ്നങ്ങളും ഒന്ന് ശ്രദ്ധയിൽ വരാതിരിക്കാൻ വേണ്ടി ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു എന്നുള്ളൊരു സംശയം. ഒരുപക്ഷെ സർക്കാർ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ നിലവിലെ പ്രശ്നങ്ങളൊന്നും ജനങ്ങൾ മുന്നിലേക്ക് ചർച്ച ചെയ്യപ്പെടരുത്, അതുകൊണ്ട് ഇങ്ങനെ ഒരു വിവാദമുണ്ടാക്കി മുന്നോട്ട് പോകാം എന്ന് കരുതിയാകാമോ? തീർച്ചയായും ശ്രീ രാജു നായർ, 8.5 വർഷത്തെ LDFിൻ്റെ ഭരണകാലത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല.
എപ്പോഴും പറയും ഇത് രാഷ്ട്രീയം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്, ഇലക്ഷൻ പൊളിറ്റിക്കൽ ഫൈറ്റാണ് എന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റിനെ എല്ലാ ഇലക്ഷനിലും ഭയപ്പെടുന്ന ഒരു CPM-നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നോക്കൂ, ഓരോ തെരഞ്ഞെടുപ്പിലും യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക, ചെറിയ വിഷയങ്ങളെടുക്കുക, ജനങ്ങളുടെ കൗതുകത്തെ ഉണർത്തിക്കൊണ്ട് രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വോട്ട് സമാഹരിക്കുവാൻ ശ്രമിക്കുന്നു. നമുക്കറിയാം, ഓരോ തെരഞ്ഞെടുപ്പിലും LDF എല്ലാ രാഷ്ട്രീയ ധാർമ്മികതയെയും മറികടന്നുകൊണ്ടുള്ള പ്രചരണ തന്ത്രമാണ് പ്രയോഗിക്കാറുള്ളത്. നോക്കൂ, തങ്കമണി 1987 തങ്കമണി, അതിനുശേഷം സൂര്യനെല്ലി, കവിയൂർ കിളിരൂർ കേസുകൾ, എന്താണ് ഏറ്റവും വിവാദമായിട്ട് പിന്നീട് വന്ന സോളാർ കേസ്, അതുപോലെ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ പ്രതിസന്ധി ഈ ചെറിയ ചെറിയ വിഷയങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് യഥാർത്ഥ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് മാറുന്നു. ഈ നേരത്തെ പറഞ്ഞതുപോലെ കാഫിർ സ്ക്രീൻഷോട്ട് ഉയർത്തിക്കൊണ്ടുവന്നിട്ട് എന്തെല്ലാം പ്രതിസന്ധികളാണ് ഉണ്ടാക്കിയത്. ഒടുവിൽ അത് നിർമ്മിച്ചത് ഒരു CPM-കാരനായിട്ടുള്ള റിബേഷ് രാമകൃഷ്ണനാണെന്ന് പോലീസ് തന്നെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നില്ലേ. അതുപോലെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ നിസ്സാരപ്പെട്ട കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ഉമ്മൻചാണ്ടിയുടെ ചികിത്സ നിഷേധിച്ചു എന്നാരോപിച്ചുകൊണ്ട് കുറേ വോട്ട് സമാഹരിക്കുവാൻ അവർ ശ്രമിച്ചു. അതുപോലെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വീഡിയോ ചിത്രീകരിച്ച് അതിൻ്റെ കുറ്റം, ഏതോ സെക്സ് വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് അതിൻ്റെ കുറ്റം കോൺഗ്രസിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ യഥാർത്ഥ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതിനുള്ളൊരു ശ്രമം എല്ലാ കാലത്തും ഈ CPM സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഗീബൽസിയൻ തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് അണികളുടെ ആരവങ്ങളുടെയും അതിനൊപ്പമുള്ള മാധ്യമങ്ങളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് മാറുന്നു. നോക്കൂ, ഇവിടെ തന്നെ ഈ ഒരു ചെറിയ പെട്ടിയിൽ എത്ര തുക ഇൻ കേസ് നമ്മളത് അംഗീകരിച്ചാൽ പോലും കൊണ്ടുപോകാനാകും? ഒരു തെരഞ്ഞെടുപ്പിൽ, അതായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് 40 ലക്ഷം രൂപ ചെലവഴിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അധികാരം നൽകുന്നുണ്ട്. കുറച്ച് പൈസ ഇൻ കേസ് ആ സ്ഥാനാർത്ഥിയുടെ പക്കൽ ഉണ്ടെന്ന് കണ്ടെങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പിൽ അത് ഉപയോഗിക്കുവാൻ നിയമപരമായിട്ട് അദ്ദേഹത്തിന് അനുമതിയുണ്ട്. ഇവിടെ അതുപോലുമില്ല. നോക്കൂ, അതിനുള്ളൊരു സാഹചര്യം തന്നെ നോക്കൂ. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് 41 കോടി രൂപയുടെ കുഴൽപ്പണ കേസിൽ പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് മറുപടി പറയാനാകാതെ BJP നിൽക്കുമ്പോൾ ആ BJPക്ക് ഒരു കവചമൊരുക്കിക്കൊണ്ട് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ഒരു ശ്രമം ഇവിടെ നടത്തുന്നുവെന്ന് നമുക്ക് കാണാം. ശ്രീ രജിത്ത്, ഇവിടെ ഇപ്പോൾ ഇന്ന് CPM നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാഷ്ട്രീയപരമായി CPM-നെ മറികടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോൾ കോൺഗ്രസിനുണ്ട് എന്നാണ്. അതിനുവേണ്ടി ഈ പണം ജനങ്ങളിലേക്ക് ഒഴുക്കി, അതിനുവേണ്ടിയാണ് ഈ പെട്ടി കൊണ്ടുവന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഈ പെട്ടിയിൽ പണം നിറച്ചു കൊണ്ടുവന്ന് ജനങ്ങൾക്ക് കൊടുത്ത് ജനങ്ങളെ സ്വാധീനിച്ച് വോട്ട് നേടാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സംഭവങ്ങളെന്നാണ്. അതായത് ഇപ്പോഴുള്ള നിലവിൽ CPM ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിശദീകരണങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പല സംഭവങ്ങൾ കാര്യങ്ങളൊന്നും മറികടക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നൊരു ആക്ഷേപം CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ട്. ഈ ആക്ഷേപിക്കുന്ന നേതാക്കൾ പൊതുജനങ്ങളുടെ ഇടയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലണം. ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇനി അധികം ദിവസമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പാലക്കാട് UDF-ന് ഇങ്ങനെ മറികടക്കാൻ കഴിയാത്ത ബാലികേറാമലയാണ് ഈ സാഹചര്യത്തിൽ നിന്ന്? കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഷാഫി പറമ്പിൽ നല്ല ഭംഗിയായിട്ട് ആ മണ്ഡലത്തിനെ കൈകാര്യം ചെയ്തുകൊണ്ട് പോയതാണ്. ചെറുപ്പക്കാരെ അവിടെ സ്വാധീനിക്കുന്നതൊക്കെ ചെറുപ്പക്കാർ മാത്രമല്ല. നിങ്ങൾ പാലക്കാട് പ്രചരണ സ്ഥലത്തേക്ക് നിങ്ങൾ എത്തി അവിടെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് നേരിൽ കാണാൻ കഴിയും. അവിടെ അഗ്രഹാര തെരുവുകളിലുള്ള ഏറ്റവും പ്രായം കൂടിയ ആളുകൾ പോലും ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ കൊണ്ടുപോകുന്നത് സ്വന്തം മക്കളെ പോലെയാണ് വീട്ടിനുള്ളിലേക്കൊക്കെ കൊണ്ടുപോകുന്നതും അവരോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതും അവർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് വലിയ ഏറ്റവും വളരെ നല്ല കാര്യമാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നത് അവിടെ കാലാകാലങ്ങളായി നിൽക്കുന്ന പാലക്കാടുകാരാണ്. ഇപ്പോൾ ഇവിടെ ചെന്ന് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാലക്കാടുള്ള CPM നേതൃത്വത്തിന് അവിടെ യാതൊരു റോളും ഇല്ല. ഈ ചാനലിന് മുമ്പിൽ വന്നിരുന്നു കൊണ്ട് ജില്ലാ സെക്രട്ടറിക്ക് കഥ പറയാനല്ലാതെ അദ്ദേഹത്തിന് അവിടെ ഒന്നും പറയാനില്ല. അങ്ങനെ പറയാൻ കഴിയുമായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ CPM-ന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ അതുപോലും ഇല്ല. MBBS പഠിച്ചു എന്ന് ഒറ്റ കാരണം കൊണ്ട് അതിൻ്റെ പേരിൽ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് ഒരു ചിഹ്നം കിട്ടി, ആ ചിഹ്നത്തിൻ്റെ അയാൾക്ക് വോട്ട് കിട്ടുമെന്നുള്ള മിഥ്യാധാരണയിൽ കൂടിയൊക്കെയാണ് പോകുന്നത്. ഈ CPM എന്ത് രാഷ്ട്രീയമാണ് പറയാൻ പോകുന്നത്? അത് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. CPM എന്തിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്? ഞങ്ങളുടെ വികസനം പറയാൻ, വികസന നേട്ടങ്ങളെക്കുറിച്ച് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് അവർക്ക് ഈ പറയുന്നത്. നമ്മൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ചർച്ച ചെയ്യാനാണെങ്കിൽ വിഷയം എന്താണ്, അവർ കൊണ്ടുവന്നിരിക്കുന്ന വികസനത്തിനെ കുറിച്ച് അവർ മുമ്പോട്ട് വെക്കട്ടെ. ആ വിഷയത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, UDF തയ്യാറാണ്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണെന്നുള്ള കാര്യം അറിയാമല്ലോ.
അപ്പോൾ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള വികസന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് CPM അവിടേക്ക് ടാർഗറ്റ് ചെയ്തത്? അവിടെ ടാർഗറ്റ് ചെയ്താൽ തിരിച്ച് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പരസ്പരമായ സഹകരണത്തിൽ അവസാനിച്ച പല വിഷയങ്ങളും തിരിച്ചു പൊങ്ങി വരും. അപ്പോൾ കോൺഗ്രസിലേക്ക് ആരോപിക്കേണ്ട വിഷയം എന്താണ്? സ്ഥാനാർത്ഥിയുടെ മുഖം വൈകൃതമാക്കുകയും സ്ഥാനാർത്ഥിക്കും ഈ പറയുന്ന മുൻ MLA ആയിരുന്നു ഇപ്പോഴും MP ആയ ഷാഫി പറമ്പിലിനുമൊക്കെ ഇത്തരത്തിലുള്ള ഇടപാട് സാമ്പത്തികവും കൊടുത്താണ് അവിടുത്തെ ജനങ്ങളുടെ നിന്ന് വോട്ട് മേടിച്ചുകൊണ്ട് വരുന്നു എന്ന് പറയുന്ന ഒരു വളരെ എന്താണ് ചാബല്യമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് പറയാൻ കഴിയുന്നില്ല. പക്ഷേ അവർക്കതിനെ പ്രസൻറ്റ് ചെയ്ത് ഇവരെല്ലാം ആരെയും കളിയാക്കുന്നത് ഒന്ന് മനസ്സിലാക്കണം. ഇവരെല്ലാം കളിയാക്കുന്നത് പിണറായി വിജയനല്ലേ? അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്നത് ഏറ്റവും ശോക അവസ്ഥയിലാണെന്നല്ലേ ഇവർ പറയുന്നത്. അവരുടെ പോലീസിന് ഇത് കണ്ടെത്താൻ കഴിയുന്നില്ല. അവരുടെ പോലീസ് അവസാനം ഇവിടെ അന്വേഷണം റൂം പരിശോധനയൊക്കെ നടത്തി കഴിഞ്ഞിട്ട് അവർ പറയുന്നത് എന്താ? നില്ലെന്ന് എഴുതിയൊരു പേപ്പർ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ കഴിവുകേട് പിണറായി വിജയനാണെന്ന് അവർ വിളിച്ച് പറയണം. ഇപ്പം പുള്ളിയുടെ മുഖത്ത് നോക്കി നേരിട്ട് പറയാൻ പോലും നിങ്ങൾ ഇവിടെ ഇരിക്കാൻ കൊള്ളില്ല, മാറി പോകണമെന്ന്. അവരുടെ നേതാവല്ലേ? നിഷാന്ത്, ഇവിടെ ഇപ്പോൾ ഈ പലപ്പോഴും ഈ പ്രതിപക്ഷത്തെ പ്രത്യേകിച്ചും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, എപ്പോഴെങ്കിലും BJP പ്രതിസന്ധിയിലാകുമ്പോൾ ആ പ്രതിസന്ധി ഒന്ന് മാറ്റിക്കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും വിഷയവുമായി CPM കൂടെ കൂടും. അതാണ് BJP CPM ഡീൽ എന്ന തരത്തിൽ കാര്യങ്ങൾ വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, അവിടെ ഇപ്പോൾ BJP പ്രചരണ രംഗത്തുണ്ട്, സ്ഥാനാർത്ഥിയുണ്ട്. പക്ഷേ അവിടെ BJPക്ക് ഉള്ളിൽ തന്നെ ചില പടലപ്പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇപ്പോൾ വന്ന ആ ഒരു പ്രശ്നത്തിൽ നിങ്ങളും കൈകോർക്കുകയായിരുന്നു. അതിനുവേണ്ടി ആ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഇതെന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. നോക്കൂ, ഈ വിഷയങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ഡീൽ എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതലുള്ള ഡീലാണ്. അപ്പോൾ സാധനം തന്നെ വ്യക്തമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ BJP പ്രതിസന്ധി ആവുമ്പോൾ അല്ല ഈ CPM പ്രതിരോധമായിട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. എവിടെയാണ് ഇവർ തമ്മിലുള്ള ഒരു അന്തർധാര ഉണ്ടായത്? ഇപ്പം സോളാർ സമരത്തിൽ എന്താ സംഭവിച്ചത്? സോളാർ സമരത്തിൽ CPMൻ്റെ നേതാക്കന്മാരും UDFൻ്റെ നേതാക്കന്മാരും ഒരു മുറിയിൽ അടച്ചിട്ട് ചർച്ച ചെയ്തിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റിനും സമരം ചെയ്തിട്ട് ഒരു നിമിഷം കൊണ്ട് അത് ഇല്ലാതാക്കി. അപ്പോൾ അവിടെ അന്തർധാര ഉണ്ടാക്കിയതാരാണ്? ഇവർ തമ്മിലാണ്. നിയമസഭയ്ക്കകത്ത് നടന്ന കയ്യാങ്കളി, ആ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇന്ന് എവിടെ പോയി നിൽക്കുന്നു? എന്താ അവസ്ഥ? അപ്പോൾ ഇവരെല്ലാം അന്തർധാര ഉണ്ടാക്കുന്നത് CPMും കോൺഗ്രസും തമ്മിലാണ്. ഈ അന്തർധാര ഇപ്പം തുടങ്ങിയതല്ല, എല്ലാ വിഷയങ്ങളിലും ഇവർ തമ്മിലുള്ള അന്തർധാരയുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേലക്കരയായിരുന്നാലും പാലക്കാടായിരുന്നാലും ഇത് തമ്മിലൊരു അന്തർധാരയുണ്ട്. ഈ രണ്ട് മണ്ഡലങ്ങളും തമ്മിലൊരു അന്തർധാര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അന്തർധാരയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ പാലക്കാട് ഈ ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ട് നാടകങ്ങളെല്ലാം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് CPM ആണ്. അപ്പോൾ ഇതാണ് കുറച്ച് കാലമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഈ തെരഞ്ഞെടുപ്പുമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഈ രണ്ടുപേരുടെയും വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാനോ അവിടെ പൊതുസമൂഹത്തിനിടയിൽ കൊണ്ടുവരാനോ ഇവർ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ വിഷയങ്ങളെ മറച്ചു വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ ഇപ്പോൾ ചെറിയ ഗിമിക്കുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ CPMൻ്റെ കാര്യം പറയാം. CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വന്തമായ ഒരു സ്ഥാനാർത്ഥിയെ പോലെ ഇവിടെ നിർത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പാലക്കാട്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പ്രതീക്ഷയുമില്ലാത്ത ഇതാണ്. അപ്പോൾ ആ പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് അവർ കഴിഞ്ഞ സമയങ്ങളിൽ ചെയ്തതുപോലെ കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ അവിടെ പാലക്കാടത്തെ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള മൂവ്മെൻറ്റിനെ അവിടുത്തെ സാധാരണക്കാരായ CPM പ്രവർത്തകർ തടയുകയും ചെയ്യുകയാണ്. അതിന് ബദലായിട്ട് അവർ ഈ രീതിയിൽ BJPക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ അതിനെ തുരങ്കം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഗിമിക്ക് നാടകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പകരമായി ചേലക്കരയിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ധാരണയും ഇവർ തമ്മിലൊരു അന്തർധാര ഉണ്ടായിട്ടുണ്ട്. ഈ അന്തർധാരയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. അവിടെ കോൺഗ്രസിൻ്റെ തന്നെ ഇന്ന് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഇന്നൊരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെ എതിരെ അതിരൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം അഴിച്ചുവിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താ, ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അദ്ദേഹം ബോധ്യപ്പെടുത്തേണ്ടത്. പക്ഷേ അതിരൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന ഭാരവാഹിയായിട്ടിരുന്ന ഒരാൾ ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തി. അപ്പോൾ മറ്റൊരു പ്രശ്നം കൂടിയില്ലേ ശ്രീ നിഷാന്ത്, അവിടെ സന്ദീപ് വാര്യർ വലിയൊരു BJPക്ക് ഉണ്ടാക്കിയിരിക്കുന്ന തലവേദന, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ BJPക്ക് ഉണ്ടാക്കുന്ന പ്രതിസന്ധി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളല്ലേ? ഈ മറുഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ സ്വന്തം പാളയത്തിലുണ്ടാകുന്ന ആ പകയും പടലപ്പിണക്കവും ഒക്കെ
ഇപ്പോഴും പ്രധാന പ്രശ്നമല്ല. ശോഭാ സുരേന്ദ്രൻ അവിടെ BJP ക്കെതിരായിട്ട് ഒരു പ്രതിസന്ധി ഉണ്ടാകില്ല. പിന്നെ സന്ദീപ് വാര്യരുടെ ഭാഗത്തുനിന്ന് ചില ഇത് വന്നിട്ടുണ്ട്. അത് സംഘടനാപരമായി അത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അല്ല BJP ആരും വിട്ടുപോവുകയോ BJPക്കെതിരായിട്ടുള്ള പ്രവർത്തനം നടത്തുകയോ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ കോൺഗ്രസിനകത്തു നിന്നും CPM-നെ ആക്കുന്ന ആൾക്കാർ കൊഴിഞ്ഞു പോവുകയാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി അവരുടെ രോഷം രേഖപ്പെടുത്തുകയാണ്. ഇപ്പം കോൺഗ്രസിൽ നിന്നും കൊഴിഞ്ഞു പോയ കോൺഗ്രസിൻ്റെ മാധ്യമ വിഭാഗത്തിൻ്റെ തലവനായിരുന്ന ആ ആൾ തന്നെയാണ് ഇപ്പോൾ CPM-ൻ്റെ കാൻഡിഡേറ്റായിട്ട് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എന്തൊക്കെയാണ് നടന്നത്, എന്തൊക്കെയാണ് ഷാഫി പറമ്പിലിന് വേണ്ടി ചെയ്തത് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അവിടെ അന്തർധാര ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബി റജി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ കേരള പോലീസ്, ആ കേരള പോലീസിന് ഒരു അന്തസ്സുണ്ട്. ഈ നിമിഷം ആ പോലീസ് ഓഫീസർമാരെ കണ്ടാൽ നമ്മളൊന്ന് ബഹുമാനിക്കും. പക്ഷേ അങ്ങനെയുള്ളൊരു പോലീസ് സേനയെ ഒരു കാവൽ പോലീസ് സേനയാക്കി മാറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കോ, ഒരു പാർട്ടിയുടെ ഒരു കാവൽ പോലീസായി മാറുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയോ? ഇവിടെ തന്നെ നോക്കൂ, പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ 57 സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 57 സ്ക്വാഡുകളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കള്ളപ്പണം, കണക്കിൽപ്പെടാത്ത പണങ്ങൾ ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ, തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനായി ഈ തുക കൈമാറുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ആ മണ്ഡലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇത്രയും സ്ക്വാഡുകളെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു രാഷ്ട്രീയപരമായിട്ട് നേട്ടം കൊയ്യുവാൻ വേണ്ടി ഒരു മന്ത്രി, അതായത് ശ്രീ VD സതീശൻ അദ്ദേഹം പറയുന്നത് പോലെ MP രാജേഷ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഈ പോലീസ് ആ UDF നേതാക്കൾ, അതും പ്രത്യേകിച്ച് വനിതകളായിട്ടുള്ള UDFൻ്റെ നേതാക്കൾ, കോൺഗ്രസിൻ്റെ നേതാക്കൾ വസിക്കുന്ന ആ ഹോട്ടലിൽ റെയ്ഡ് നടത്തുകയും ചെയ്തിരിക്കുന്നു. അത് അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഒരു കേസ് എടുക്കണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 2 വനിതാ നേതാക്കൾ താമസിച്ച മുറിയിലേക്ക് അതിക്രമിച്ച് കയറിയിരിക്കുകയാണ്. തീർച്ചയായും അത് ശരിക്കും പറഞ്ഞാൽ വളരെ ഈ പിന്നെ പിണറായി സർക്കാർ അധികാരത്തിലേറ്റപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും പറഞ്ഞ ആ കേരളത്തിൻ്റെ പോലീസാണ് ഈ അതിക്രമിച്ച് കയറിയിരിക്കുന്നത്. എന്ത് ന്യായീകരണമാണുള്ളത്? സ്ത്രീ സുരക്ഷയെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചുമൊക്കെ CPM എപ്പോഴും വാദോരാതെ സംസാരിക്കും. പക്ഷേ പ്രവൃത്തി പദത്തിൽ വരുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ലാഭം കൊയ്യുന്നതിന് വേണ്ടി പോലീസിനെ ഏത് രീതിയിലും ഉപയോഗപ്പെടുത്തുവാൻ അവർക്ക് സാധിക്കും. ഇത് ചർച്ചയാക്കുക, പ്രധാന വിഷയങ്ങളിൽ നിന്ന് മാറുക, കോൺഗ്രസിൻ്റെ നേതാക്കളെ അപമാനപ്പെടുത്തുക, എന്നിട്ട് ചർച്ച ഇതിലേക്ക് വഴിതിരിച്ചു വിടുക. ഇതാണ് ഈ ശ്രീ ബി റജി, ഈ പ്രബുദ്ധരായ പാലക്കാട്ടെ ജനത എന്തായിരിക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ അവരുടെ നിലപാടായി പ്രഖ്യാപിക്കുക, വോട്ടായി പ്രഖ്യാപിക്കുക? അവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും CPM അവിടെ 3-ാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ഒരു തരത്തിലുള്ള വിജയപ്രതീക്ഷയും CPM-ന് പാലക്കാട്ട് ഇന്ന് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അവർ നിർത്തിയിരിക്കുന്ന, ഇന്നലെ വരെ കോൺഗ്രസ്സിലുണ്ടായിരുന്ന മറുകണ്ഠം ചാടി വന്ന ഒരു സരിനെ അവർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് അവർ പ്രതീക്ഷയില്ലാത്ത അവിടുത്തെ ഒരു സാഹചര്യത്തിലാണ് അവർ നിലനിൽക്കുന്നത്. മാത്രമല്ല പാർട്ടി ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. അവിടുത്തെ ജില്ലാ സെക്രട്ടറി ഒരു വിഭാഗം പറയുന്നു, NN കൃഷ്ണദാസ് മുൻ MP അദ്ദേഹം മറ്റൊരു നിലപാട് പറയുന്നു, MP രാജേഷ് മറ്റൊരു നിലപാട് പറയുന്നു, സംസ്ഥാന സെക്രട്ടറി മറ്റൊരു നിലപാട് പറയുന്നു. അങ്ങനെ അതുപോലെ കൊഴിഞ്ഞൻപാറയിലൊക്കെ ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ കണ്ടല്ലോ, ഷുക്കൂറിൻ്റെ വിഷയം നമ്മൾ കണ്ടല്ലോ. അപ്പോൾ പാർട്ടിയിൽ ഒരു അന്തഃഛിദ്രവും ഭിന്ന സ്വരങ്ങളും അവിടെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവർക്കൊരു വിജയപ്രതീക്ഷയില്ല. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് ഈ തൃശ്ശൂർ ചെയ്തതുപോലെ ഒരു രാഷ്ട്രീയമായ ഒരു അന്തർധാര സൃഷ്ടിക്കുന്നു BJP-യുമായി ചേർന്നുകൊണ്ട്. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിലല്ല മത്സരിക്കുന്നതെന്നുള്ള സരിൻ മത്സരിക്കുന്നു എന്ന കാരണത്താൽ CPM-ൻ്റെ വോട്ടുകൾ മറിച്ച് കൃഷ്ണകുമാറിന് നൽകിക്കൊണ്ട് BJP-യെ 2-ാം സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ BJP-ക്ക് ഒരു വിജയസാധ്യത ഒരുക്കുവാനുള്ള ഒരു അന്തർധാര അവർ തമ്മിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കോൺഗ്രസിൻ്റെ ആരോപണത്തെ ഇതെല്ലാം ശരിവയ്ക്കുന്നു. ശ്രീ നിഷാന്ത്, ഈ കഴിഞ്ഞ തവണ 2-ാം സ്ഥാനത്തെത്തിയതാണ് BJP അവിടെ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ നേരത്തെ ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു നിരവധി പ്രതിസന്ധികൾ BJP അവിടെ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പെട്ടി വിവാദത്തിൽ അടക്കം പോയി കൈ കൊടുത്തത് കൊണ്ട് BJP-ക്ക് വലിയൊരു പ്രതിസന്ധിയായി മാറിയിട്ടില്ലേ? അവിടെ ഈ ട്രോളി ബാഗിൽ പണം കൊണ്ടുപോയി എന്നുള്ളതാണ് ആരോപണം. ഇപ്പോൾ CPM ഉന്നയിക്കുമ്പോൾ ആരോപണം ഉന്നയിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ നമുക്കവിടെ സംശയം തോന്നുന്ന വിഷയം എന്താ, ഒരു ID കാർഡുമായി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുള്ള ഫെനി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനാണ് ഈ ബാഗ് എല്ലാം കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് വിഷയം കൂടുതൽ താങ്കൾ ചോദിച്ചോണ്ട്, അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൾ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ ഒരു കേസുണ്ട്, അദ്ദേഹം ഒരു പ്രതിസ്ഥാനത്താണ്, കോടതിയുടെ നിരീക്ഷണത്തിലാണ്. അപ്പം ഇങ്ങനെയൊക്കെ കോടതി എന്താണ് സംഭവിച്ചത് എഴുതി തള്ളിയാണ് എഴുതിത്തള്ളാനുള്ള കാരണം ഇവിടെ താങ്കൾ ചർച്ച ചെയ്യണം. എഴുതിത്തള്ള പോലീസ് തെളിവുകൾ കൊടുത്തില്ല,
BJPയുടെ നേതാക്കന്മാരുൾപ്പെടെ യുവമോർച്ചയുടെ നേതാക്കന്മാരുൾപ്പെടെ തെളിവുകൾ കൊടുത്തു. BJPയുടെ പ്രവർത്തകരുടെ ID കാർഡ് വ്യാജമായി ഉണ്ടാക്കിയതുപോലെ തെളിവുകൾ കൊടുത്തു. ആ തെളിവുകൾ കോടതി ഹാജർ. അപ്പോൾ അതൊക്കെ ആണ് ഞാൻ അന്തധാരയുടെ കാര്യം. ഞാൻ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ഞാൻ ചോദിച്ചത് ഈ പ്രതീക്ഷ ഇപ്പോഴും ഈ പ്രതിസന്ധി ഘട്ടത്തിലും പ്രതീക്ഷയോടെ ഒരു പ്രതിസന്ധിയില്ല. BJPക്ക് അവിടെ ഒരു പ്രതിസന്ധിയില്ല. വളരെ ഉഷാറായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ശരി, ശ്രീ രജിത്ത്, അവസാനമായി നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം പിന്നെ അവിടെ UDF-നെ വലിയൊരു ആധിപത്യം നേടിയെടുക്കാനുള്ള സഹായകമായി. ഇവിടെ ഞാനൊരു ചോദിക്കുന്നൊരു ചോദ്യം, അവിടെ കോൺഗ്രസിൻ്റെ ഈ CPM-ൻ്റെയും അതുപോലെ തന്നെ BJP-യുടെയൊക്കെ ഇത് യഥാർത്ഥ മുഖം തുറന്നു കാണിക്കാൻ കഴിഞ്ഞുവെന്ന് ചില നേതാക്കളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂണ്ടിക്കാട്ടും. അങ്ങനെ കരുതാൻ തോന്നുന്നു. നേരത്തെ പറഞ്ഞ പോലെ BJP അന്തർധാരയെ വളരെ ക്ലിയറായിട്ട് തുറന്നു കാണിക്കാൻ കഴിഞ്ഞ ഒരു ഇലക്ഷനാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞ ബൈ ഇലക്ഷനുകളിലൊക്കെ പൊതുജനങ്ങളോട് ഇത് തുറന്നു പറഞ്ഞിരുന്നു എങ്കിലും ജനങ്ങളുടെ അതൊരു പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് കുറച്ച് കാലതാമസം എടുത്തു. മാധ്യമങ്ങളൊക്കെ നിരന്തരം UDF പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുറച്ച് കാര്യം സമയമെടുത്തു. അതെ, ഇതിപ്പോൾ സെൽഫ് ഗോൾ വളരെ പെട്ടെന്ന് അടിച്ചു. കാരണം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മുൻ BJPയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള VV രാജേഷും A.A. റഹീമും നിലവിലെ ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം, A.A. റഹീമും MP-യും ഉൾപ്പെടെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ബിന്ദു കൃഷ്ണയുടെ റൂമിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തകരെ സജ്ജീകരിക്കുന്നത്. എന്തിനാണ്? അവിടെ അത്തരത്തിലുള്ള ഒരു ആക്രോശം ഉണ്ടാക്കുന്നത്. നമുക്ക് കണ്ടാൽ ഈ നേതാക്കളല്ലാതെ പുറകിൽ നിൽക്കുന്ന എത്ര പേരാണ് DYFIക്കാർ, എത്ര പേരാണ് BJPക്കാരെന്ന് നമുക്ക് യുവമോർച്ചക്കാരെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ? ഇല്ല. അവർ ഒരു കോർഡിനേഷൻ ഒരുമിച്ചുണ്ടാക്കിക്കൊണ്ടാണ് ഈ മൂവ്മെൻറ്റിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ കൃത്യമായും നമുക്ക് അവരുടെ രാഷ്ട്രീയത്തിൽ വ്യക്തമായ ധാരണയുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ അവർക്ക് രാഷ്ട്രീയപരമായി ഒന്നും പറഞ്ഞ് സംവദിക്കാൻ കഴിയില്ല. അതോടൊപ്പം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ വിഷയങ്ങൾ ഒതുക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തേ കഴിയുള്ളൂ. അതുകൊണ്ട് അവർ ആ ഒരു റെപ്രസെൻറ്റേഷൻ അവർ ഒരുമിച്ചാണ് ഈ കാര്യത്തിൽ നടപ്പിലാക്കിയത് കൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ പൊതുജനങ്ങളും, പാലക്കാടുള്ള ജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വയനാടും പ്രതിഫലിക്കും. അതെ, മറ്റ് എല്ലാ ചാനലുകളുടെ റേറ്റിംഗ്സ് ഒക്കെ അറിയാമല്ലോ, അന്ന് രാത്രി എത്രമാത്രം ജനങ്ങൾ അത് കണ്ടിട്ടുണ്ടായിരിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇനി ഒരു മൈക്ക് കെട്ടിവെച്ച് പിന്നെ പുറത്തു പോയി നിന്ന് വിളിച്ച് പറയേണ്ട കാര്യമില്ല. അന്തർധാരയെക്കുറിച്ച് വളരെ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായി യഥാർത്ഥ മുഖം കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൃത്യമാണ്. ഈ രണ്ട് ഞാൻ പറഞ്ഞ പാലക്കാട് മാത്രമല്ല ചേലക്കരയിലും നമുക്കിത് കൃത്യമായി കാണാൻ കഴിയും. നന്ദി ശ്രീ രജിത് രവീന്ദ്രൻ, ഒപ്പം തന്നെ ശ്രീ നിഷാന്ത്, ശ്രീ ബി റജി. പവർ പോയിന്റ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി. ജയ് ഹിന്ദ്.